പറഞ്ഞത് ചെയ്ത് ആദ്യ ദിവസം തന്നെ ട്രംപ് ഞെട്ടിച്ചു. അപ്പോൾ ട്രംപ് പ്രധാനമായും ചെയ്ത ചില കാര്യങ്ങൾ എല്ലാം പത്രങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ എനിക്ക് വളരെ ശ്രദ്ധേയമായി നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഈ പൗരത്വം സംബന്ധിച്ചുള്ളതാണ്. ട്രംപ് തിരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞു പ്രസവ ടൂറിസം സമ്മതിക്കത്തില്ല. പ്രസവിക്കാറാകുന്ന സ്ത്രീകളുമായി അമേരിക്കയിലേക്ക് പോവുക, അവിടെ കുഞ്ഞിനെ പ്രസവിക്കുക, അപ്പോൾ ആ കുഞ്ഞിന് പൗരത്വം കിട്ടുന്നു, പിന്നീട് കുട്ടിയുടെ പേരൻസിനും അവിടെ പൗരത്വം കിട്ടുന്നു. ആ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ ട്രംപ് അത് തടഞ്ഞു. 14-ാം ഭരണഘടന ഭേദഗതിക്കെതിരായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവാണ് അത്. 18 സ്റ്റേറ്റുകളിപ്പോൾ കോടതിയിലൊക്കെ പോകുന്നുണ്ട്. ഏതായാലും അത് നമ്മുടെ ഇന്ത്യയിലും ഇത് തന്നെയല്ലേ. വിദേശത്തു നിന്ന് ഇവിടെ വന്നാൽ ഇവിടെ ഒരു കുഞ്ഞ് പ്രസവിച്ചാൽ ആ കുട്ടിക്ക് പൗരത്വം കിട്ടും. ഇവിടെ പ്രസവിച്ചില്ലെങ്കിലും പൗരത്വം കൊടുക്കും. വന്നാൽ മതി അല്ലേ? എങ്ങനെയെങ്കിലും വന്നാൽ മതി. ഇവിടെ വലിഞ്ഞു കയറിയതിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നമുക്ക് വോട്ടാണ്. അതുകൊണ്ട് കൊച്ചുണ്ടായോ ഇല്ലെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതങ്ങ് കൊടുക്കും. ഐഡൻറ്റി കാർഡ് അങ്ങ് കൊടുക്കും. പൗരത്വം കൊടുക്കില്ല. പൗരത്വം ആർക്കും ഇല്ല. അറിയാമോ? സുനിലിനൊരു പൗരത്വ കാർഡുണ്ടോ? ഇല്ല. എനിക്കുമില്ല. ആർക്കും ഇന്ത്യയിൽ ആർക്കും ഇല്ല. ഈ പൗരത്വ കാർഡ് കൊടുക്കാം. അതാണ് ഈ NRC NPR എന്നൊക്കെ പറയുന്നത്. ഇത് കൊടുക്കാൻ ഇവർ സമ്മതിക്കില്ല. കാരണം ഇത് കൊടുക്കണമെങ്കിൽ താൻ ആരാ, താൻ എവിടുത്തുകാരനാ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോഴാണ് ഇവർ പറഞ്ഞു ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ, കടലാസ് കാണിക്കത്തില്ല. ഒരു കടലാസും ഞാൻ കാണിക്കില്ല. എൻ്റെ അച്ഛനാരാണെന്ന് ഞാൻ പറയില്ല, അപ്പൂപ്പനാരാണെന്ന് ഞാൻ പറയില്ല. ഇത് കേന്ദ്ര സർക്കാർ പെൻഷൻ മേടിക്കുന്ന ഒരുത്തനാണ് എൻ്റെ അടുത്ത് വാഴ പിടിച്ചത്. ഞാൻ പറഞ്ഞു എടോ, അടുത്ത പെൻഷൻ കിട്ടണമെങ്കിൽ ഈ സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞു അത് സർക്കാരിനെ വെറുതെ തിരിച്ച് പേടിപ്പിക്കരുത്, മനസ്സിലായി? താൻ ഈ പാവങ്ങളെയൊക്കെ കുത്തികളൊക്കെ വിട്ടിട്ട് വലിയ ആളാകുകയും തൻ്റെ പെൻഷന് തടസ്സം വരുമെന്ന് കഴിയുമ്പോൾ താൻ സൂത്രത്തിന് എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യും. ഇത് ഈ റോട്ടിൽ കിടക്കുന്ന പാവങ്ങൾ ഇത് അറിയത്തില്ല. ഇയാൾ സൂത്രത്തിന് മൊബൈലിൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ പോയിട്ട് CIAക്കെതിരെ പ്രസംഗിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അപ്പം ഇങ്ങനെ പൗരത്വം വാങ്ങുന്നത് ബേസിക്കലി തെറ്റാണ്. അത് അമേരിക്ക കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ അമേരിക്ക ഒരു സ്വർഗരാജ്യം എന്നുള്ള ധാരണ ലോകം മൊത്തം ഉണ്ട്. അത് ശരിയോ തെറ്റോ ഞാൻ അതിൽ പോയിട്ടേ ഇല്ല. എന്തു ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് കടക്കുക, സമാധാനമായിട്ട് ജീവിക്കാം, ഒരുപാട് കാശൊക്കെ കിട്ടും. ഇതൊക്കെയാണ് ആൾക്കാരുടെ ഒരു ധാരണ. ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എല്ലാവരും അമേരിക്കയെ കാണുന്നു. അപ്പോൾ എങ്ങനെയും അമേരിക്കയിൽ കടക്കുക. അപ്പോഴാണ് അമേരിക്കക്കാരൻ അവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം കൊടുക്കുന്ന അവർക്കവിടെ ആൾ കുറവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ അവർ ഇമിഗ്രൻസിനെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. ഇമിഗ്രൻസ് ഇപ്പോൾ ട്രംപ് ആണെങ്കിലും പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഞാൻ ഒഴിവാക്കുമെന്നാണ്. ലീഗൽ ഇമിഗ്രൻസിനെ ഒഴിവാക്കുന്നില്ല. ലീഗലായിട്ട് നിങ്ങൾ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ച് പിടിച്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഇമിഗ്രൻ്റാണ്. മതിൽ ചാടി വരുന്നവൻ, മെക്സിക്കോയുടെ മതിൽ ചാടി വരുന്നവൻ, കപ്പൽ നീന്തി വരുന്നവൻ, കടൽ നീന്തി വരുന്നവൻ, ഇതിനെയൊക്കെയാണ് ഇയാൾ പറ്റില്ല എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു കള്ളത്തരമായിരുന്നു ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. അമേരിക്കയിൽ പോയി പ്രസവിക്കുക, അപ്പോൾ മകൻ ചുളുവിൽ മലയാള അക്ഷരം കേൾക്കുക പോലുമില്ല, മകനോ മകളോ ഇംഗ്ലീഷുകാരനായിട്ട് പിന്നെ എന്തോ വകുപ്പൊക്കെ വെച്ചിട്ട് H1B വിസ മറ്റത് മണങ്ങട്ടാന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവിടെ അങ്ങ് കൂടുക. ഇത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമായിരുന്നു എന്ന് സുനിൽ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞു. ആ രാജ്യത്തിൻ്റെ കാര്യം അവർ തീരുമാനിച്ചോട്ടെ. ഗ്രീൻ കാർഡ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് 1 മില്യൺ ഇന്ത്യൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏകദേശം 1 മില്യൺ ആൾക്കാർ കേരള ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസും പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലേ? ഒരു 10 ലക്ഷം പേര്. 10 ലക്ഷം ഒന്നുമല്ല, 1 മില്യൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 10 ലക്ഷം പേര്. കേരള ലോട്ടറിയുടെ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം ഒന്നുമല്ല, 40 ലക്ഷം 50 ലക്ഷം. നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം, വിരോധമൊന്നുമില്ല. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബാക്കിയുള്ളവർ പ്രവർത്തിക്കണം എന്ന് പറയരുത്. പക്ഷെ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെയൊക്കെ വലിയ ഒരു കേദാര ഭൂമിയായിട്ട് അമേരിക്കയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ കൊണ്ടുവരുന്ന ഇത് വളരെ പോപ്പുലറായിട്ടുള്ള തീരുമാനമാണ്. അവിടെ വലിയ മാഗയൊക്കെ വലിയ കയ്യടിയാണ് ഈ തീരുമാനത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത്തരം ഒരു സംവിധാനം ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആക്കേണ്ടതല്ലേ? ആക്കേണ്ടതാണ്, തീർച്ചയായിട്ടും. അല്ലേ, ഈ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനെല്ലാം വന്ന് കടവിറങ്ങാൻ പറ്റിയ ഒരു സംവിധാനം എന്നുള്ളത് ഈ ലിബറൽ കോമാളികളുടെ ഒരു സിദ്ധാന്തം മാത്രമാണ്.
അത് ഇന്ത്യക്ക് മാത്രമാണ് ബാധകം, വേറെ ഒരു രാജ്യവും ഒരുത്തിനെയും കയറ്റുകയില്ല. പോളണ്ട് യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞില്ലേ, ഒരു റെഫ്യൂജിക്കും നാളിതുവരെ അഭയം കൊടുക്കാത്ത സ്ഥലമാണ് പോളണ്ട്. പോളണ്ടിലെ ഒരു സ്ത്രീയാണ്, അവരെന്തോ വിദേശകാര്യ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ എന്തോ സാധനം. എന്തായിരുന്നു ആ സ്ത്രീയുടെ പെർഫോമൻസ്? അവർ ആ കടലാസ് തന്നെ വലിച്ചു കീറി. ഇവർ ഈ റെഫ്യൂജിയെ സംബന്ധിച്ച കടലാസ് അത് പരസ്യമായിട്ട് വലിച്ചു കീറി. അവർ പറഞ്ഞു, ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ ഒരുത്തനെയും കയറ്റാത്തത് കൊണ്ടാണ്. ഒറിജിനൽ പോളിഷ് ജനത എവിടെയുണ്ട്, അത് മതി ഞങ്ങൾക്ക്. അവരുടെ പ്രസിഡൻറ്റിനോട് ചോദ്യം വന്നു, നിങ്ങൾ റെഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയില്ലാതെ അലഞ്ഞു നടക്കുന്നതെന്ന് വിചാരിക്കരുത്, അവരൊക്കെ വലിയ സയൻറ്റിസ്റ്റും എൻജിനീയറും ഒക്കെയാണ്. അങ്ങനെ പറഞ്ഞു, സന്തോഷം, എനിക്ക് ആവശ്യമുള്ള സയൻറ്റിസ്റ്റും എൻജിനീയറും ഇവിടെയുണ്ട്, പുറത്തുനിന്ന് എടുക്കുന്നില്ല, ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിയാണ്, ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം, ആവശ്യത്തിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോളണ്ടിൽ നാളിതുവരെ ഒരു ടെററിസ്റ്റ് അറ്റാക്കോ അലമ്പോ പ്രശ്നമോ ഒന്നുമില്ല. പോളണ്ട് പറഞ്ഞു, ഞങ്ങളാരെയും കയറ്റുന്നില്ല, അല്ലെ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഒരു മണങ്ങടയില്ല, ഞങ്ങളുടെ വാതിൽ ഞങ്ങൾ തുറക്കുന്ന പ്രശ്നമില്ല. ചേച്ചി ഇത് പറയുമ്പോഴാണ് ഓർക്കുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ, ബാംഗ്ലൂർ, പലയിടത്തുനിന്നും ബംഗ്ലാദേശി നുഴഞ്ഞു കയറിയ ആളുകളെ, ഇപ്പോൾ സെയ്ഫ് അലി ഖാനെ കുത്തിയത് പോലും ഒരു ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരുണ്ട്, പക്ഷേ ഈ BJP ഭരിക്കുന്ന സർക്കാരുകൾ പോലും ഇവരെ കണ്ടെത്താനോ ഡീപ്പോർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവർ തന്നെത്താൻ ഇറങ്ങിപ്പോയാൽ ഭാഗ്യം എന്നുള്ളതല്ലാതെ അവരാരെങ്കിലും ഡീപ്പോർട്ട് ചെയ്യുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഡീപ്പോർട്ട് ചെയ്യുന്ന 2-3 പേരുണ്ട്. ഒന്ന് ഹിമന്ത ബിശ്വ ശർമ്മ, ഒരു ദയമില്ലാതെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഗി ആദിത്യനാഥ് 50,000 പേരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് UP യിൽ നിന്ന്. ആദ്യം ബംഗ്ലാദേശ് കടത്തിയാൻ വിടുകയാണ് കൂടാന്ന് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ഇവരാണ് ഭരിക്കുന്നത്, ജാർഖണ്ഡ് മുക്തി മോർച്ച, അവർ 6-8 പേരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ ഒരു 6 പേര്. 6 പേര്. കേരളത്തിൽ 16 പേരെ മറ്റോ ഐഡൻറ്റിഫൈ ചെയ്തു. അവർ ഡിറ്റൻഷൻ സെൻറ്ററിലാണ്, അവർ ഡീപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡീപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡീപ്പോർട്ട് ചെയ്തോളൂ. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. അതേസമയം റോഹിംഗ്യൻ മുസ്ലിംസ് തന്നെ 40,000 പേര് ജമ്മുവിലുണ്ട്. കാശ്മീരിലില്ല, ജമ്മുവിൽ, താഴ്വരയിലില്ല. ജമ്മുവിൽ 40,000 പേര് അറിഞ്ഞുകൊണ്ട് താമസിക്കുന്നുണ്ട്. അതിൽ ഒരാളെ ഡീപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ സുപ്രീം കോടതി സ്റ്റേ കൊടുത്തതിന് സ്റ്റേയിൽ അവിടെ കിടക്കുകയാണ്. 40,000 പേർക്ക് ചെല്ലും ചെലവും ഒക്കെ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുക. പൊതു ഖജനാവിൽ. അല്ല, ഈ സിസ്റ്റം ഒന്ന് മാറണ്ടേ? ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ്, മോദി ഇപ്പോൾ 11ാമത്തെ വർഷമാണ്, അപ്പോൾ പോലും ഈ മേഖലയിൽ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നമേ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ നരേറ്റീവ് മറികടക്കാൻ പലപ്പോഴും പലരും പരാജയപ്പെടുന്നു. ഡീപ് സ്റ്റേറ്റ് നരേറ്റീവ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് കീഴടങ്ങുന്നു. വലിയ പ്രശ്നമാകും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തെ ഭയന്ന് ഒളിച്ചോടുന്നു. അല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെ വീട്ടിൽ ട്രംപ് അതിൻ്റെ മൂലക്കല്ലിളക്കുവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രചോദനമോ അല്ലെങ്കിൽ ആവേശമോ? ഡീപ് സ്റ്റേറ്റിൻ്റെ മൂലക്കല്ലിളക്കിയോ എന്നൊക്കെ പറയാൻ വരട്ടെ. കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രിയപ്പെട്ട രാജ്യം അമേരിക്കയാണ്. മനസ്സിലായി? അമേരിക്കയിൽ ട്രംപ് പ്രിയപ്പെട്ട ആളല്ല. അങ്ങനെ ട്രംപ് പ്രിയപ്പെട്ട ആളില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മറ്റ് ഓപ്പറേഷൻസിന് ട്രംപ് ശല്യം ചെയ്യുന്നതാണ്. ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ നിർത്താൻ പോകുന്നില്ല, ട്രംപിനെ ഡീപ് സ്റ്റേറ്റ് നിർത്താൻ പോകുന്നില്ല. ഒരു ബാലൻസിലായിരിക്കും ഇത് പോകുന്നത്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് താല്പര്യങ്ങളൊന്നുമില്ല അതിൽ. ഫാർമ ലോബിയുടെ താല്പര്യങ്ങൾ, ആംസ് ലോബിയുടെ താല്പര്യങ്ങൾ, പിന്നെ ഈ ബിറ്റ് കോയിൻ പോലെ ഇയാൾക്കൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഇലോൺ മസ്കിനൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ബിസിനസ്സും ഒക്കെ ഉണ്ട്. ട്രംപിന് തന്നെ ഉണ്ടല്ലോ. ആകെ ട്രംപിൻ്റെ എന്ന് വെച്ചാൽ ഇവർ അവിടെ ഇവിടെയൊക്കെ പോയി ചൊറിയുമല്ലോ. ബംഗ്ലാദേശിൽ കച്ചറ ഉണ്ടാക്കുക, മാലിയിൽ കച്ചറ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതിന് പോകരുത് എന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം. നിങ്ങളൊരു കാര്യം ചെയ്യും, മെക്സിക്കോയിൽ നിന്ന് കടന്നു വരുന്നവനെ തടയണം. പാനമ കനാലിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കണം. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളത് മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയിട്ട് നമ്മുടെ ആധിപത്യം സ്ഥാപിക്കണം ആ പ്രദേശത്ത്. ഇതിനൊക്കെ എന്നെ സഹായിക്കുക. അല്ല, നിങ്ങൾ വല്ലവൻ്റെ അടുത്ത് ബംഗ്ലാദേശിലേക്ക് പോയി ചൊറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? കാരണം അമേരിക്കയുടെ നോട്ടത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇട്ടാവട്ടം സ്ഥലം. അവിടെ ആര് ഭരിച്ചാലും എന്താ, ഭരിച്ചിരിക്കുന്നത് പോകാൻ പറ. ഇതാണ് ട്രംപിൻ്റെ 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ TG ശ്രദ്ധിച്ചല്ലേ? അതിലെനിക്ക് തോന്നുന്നു, ഒന്ന് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം,
മറ്റേ ഈ തുടങ്ങിയ പിന്നെ എന്താണ് ഈ ആഗോളതാപനം ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് ട്രംപ് പറയുന്നു. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നി, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ ആ സിസ്റ്റം, ആ സംവിധാനം തന്നെ തകരാൻ പോവാണ്. അമേരിക്കൻ കാശില്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ബജറ്റിൽ 18% അമേരിക്ക കൊടുക്കുന്നതാണ്. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തതും ഒരു വിയോജിപ്പുള്ളതും 2 സെക്സേ ഉള്ളൂ, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചില നമുക്ക് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ ട്രാൻസ്ജെൻഡർ എന്ന കമ്മ്യൂണിറ്റിയെ നമ്മളും അംഗീകരിച്ചിരുന്നില്ല. നമ്മളവർ ഒന്നുകിൽ ആണിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തും അല്ലെങ്കിൽ പെണ്ണിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തും. അത് അവരുടെ ചോയ്സാണ്. എന്നെ ആണായിട്ട് കൂട്ടിയാൽ മതി. ചില ആണായിട്ട് ജീവിക്കും, ചില പെണ്ണായിട്ട് ജീവിക്കും. നമ്മളിവരെ പ്രത്യേകം തിരിച്ചറിയാൻ പോലും മെനക്കെട്ടിരുന്നില്ല. അപൂർവം ചില സ്ഥലത്തൊക്കെ, ഡൽഹിയിൽ, ഭോപ്പാലിലൊക്കെ, മധ്യപ്രദേശിൽ ലോകത്താദ്യമായിട്ട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരു ട്രാൻസ്ജെൻഡറായിരുന്നു. അവരുടെ ഫോട്ടോയും ഒക്കെ ആയിട്ട് പരസ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇത് ട്രാൻസ്ജെൻഡറാണെന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ എല്ലാവരും അവർ സ്ത്രീയാണെന്നാണ് കരുതിയിരുന്നത്. കാരണം അവരുടെ വേഷഭൂഷ, പെരുമാറ്റം എല്ലാം തന്നെ സ്ത്രീയുടെ. അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് പേർക്ക് അറിയാമായിരുന്നു അവർ ട്രാൻസ്ജെൻഡറാണെന്ന്. ഇതൊരു 20 വർഷം മുമ്പാണ്, 20 years back. ദാറ്റ് വാസ് ഇന്ത്യ. ഇപ്പോൾ ട്രംപ് പഴയ ഇന്ത്യ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും 2 കാറ്റഗറി, മറ്റ് കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ അവരെ മാറ്റി നിർത്തി പ്രത്യേകം ഐഡൻറ്റിറ്റി കൊടുക്കുന്നതിന് പകരം നമ്മളെ കൂടെ അങ്ങ് ലയിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ലയിപ്പിച്ചുകൊണ്ടാണ് ഈ ചരിത്രത്തിലെ ശിഖണ്ഡി സേനാനായകനായത്. വേറൊരാളായിരുന്നെങ്കിൽ, മൂന്നാമതൊരുവനാണ് ശിഖണ്ഡിയെങ്കിൽ, ശിഖണ്ഡി വായി നോക്കി നിൽക്കുകയുള്ളൂ യുദ്ധത്തിൽ. അവരും ചേർക്കില്ല, ഇവരും ചേർക്കില്ല. ബട്ട് ശിഖണ്ഡി വാസ് നോർമൽ മാൻ. ശിഖണ്ഡിയെ യുദ്ധത്തിൽ, അതാണ് ശരി. അതിൽ ഒരു പ്രിൻസിപ്പിൾ ഭീഷ്മർ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ശിഖണ്ഡി ഇവർ നിർത്തുന്നത്. അതെ അതെ, ഇങ്ങനെയുള്ള ആൾക്കാരോട് യുദ്ധത്തിന് ഞാനില്ല. കാരണം ഇത് കുറച്ച് സ്ത്രീയും കൂടെ ആണല്ലോ. സ്ത്രീകൾക്ക് നേരെ ആയുധം പ്രയോഗിക്കുന്നത് ശരിയാണ് അല്ല. അതാണ് ഭീഷ്മർ പറയുന്നത്, ഞാൻ ശിവണ്ടിയുമായിട്ട് യുദ്ധം ചെയ്യില്ല. കാരണം കുറച്ചെങ്കിലും സ്ത്രീയുണ്ട്, ഐ റെസ്പെക്റ്റ്, ആയുധം താഴെ വയ്ക്കും. ദിസ് വാസ് ദ ഗ്രേറ്റ് കൺസെപ്റ്റ് ഇൻ അവർ കൺട്രി. എന്നിട്ട് ആർക്കും അറിയാത്ത പോലെ എല്ലാവരും കൂടെ LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് പൊലിപ്പിച്ച് വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നത് ചെയ്തു. അവരിപ്പോൾ തിരിച്ചുപോയി. അതെ, അവർ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ട്രംപ് അതിൽ അങ്ങനെ വിജയിക്കുന്നില്ല. ട്രംപ് ഇട്ട ഏറ്റവും വലിയ ആറ്റം ബോംബ് അതാണ്. കാരണം ഇവരുടെ ഈ ലോബി ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു പ്രശ്നം ഈ സാധനമാണ്. എന്തിന് നമ്മളുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അദ്ദേഹം പറഞ്ഞില്ലേ, ദർ ഈസ് നോ അബ്സല്യൂട്ട് മാൻ ഓർ അബ്സല്യൂട്ട് വുമൺ. വാദത്തിനിടയ്ക്ക് പറഞ്ഞതാണ്. ഫൈനലി ആ കേസ് അങ്ങേര് പാർലമെൻറ്റ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളി. കാരണം അത്രയ്ക്കായിരുന്നു വന്ന ക്രിറ്റിസിസം. അബ്സല്യൂട്ട് മാൻ, അബ്സല്യൂട്ട് വുമൺ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ കേസിൻ്റെ മെരിറ്റൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. അബ്സല്യൂട്ടായിട്ട് 100% പുരുഷൻ, 100% സ്ത്രീ, ഇങ്ങനെ ഒരു സാധനവും ഉണ്ട് സാർ. കാരണം പുള്ളി പറയുന്നത് ഇങ്ങനെ രണ്ടും ഇല്ല, എല്ലാം മിക്സാണെന്ന്. അതിനർത്ഥമൊക്കെ അലമ്പായി പോയില്ല. ഇപ്പോൾ ഇനി നമ്മളുടെ മഹാരാജാസ് കോളേജിലെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്, അതിനൊക്കെ എന്ത് സംഭവിക്കും? അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. ഇവരുടെയൊക്കെ സോഴ്സ്, മോറൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ നിന്നാണ്. അത് ഇപ്പോൾ ഇല്ലാതാകും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്പർ ഹാൻഡ് അമേരിക്കയിൽ കുറയുന്നതോടെ ഈ സാധനം ഇല്ലാകും. ഈ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ മുഴുവൻ മൂട്ടകളാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇവന്മാർ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഞാൻ പകുതി അടിക്കും. ഈ ട്രംപിൻ്റെ ആദ്യ ദിവസം എന്താ നമുക്ക് നൽകുന്ന ഒരു സൂചന? ട്രംപിൻ്റെ ആദ്യ ദിവസം നമുക്ക് നല്ല സൂചനയൊന്നുമില്ല. ലോകത്തിനോ? ലോകത്തിന് പുള്ളി പറയുന്നുണ്ടല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, MAG. അത് അതിനുള്ള മാർഗങ്ങൾ പുള്ളി നോക്കുന്നു. ഒന്ന്, ഈ എക്സ്റ്റേണൽ റവന്യൂ സർവീസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുതിയത് തുടങ്ങുന്നു പുള്ളി. വാസ്തവത്തിൽ അത് അമേരിക്ക കൊടുത്ത
കടം തിരിച്ചു പിടിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. കിട്ടാക്കടം. അമേരിക്ക ഒരുപാട് പേർക്ക് കടം കൊടുത്തു. ഇവരാരും തിരിച്ചു കൊടുക്കുകയില്ല. ഈ ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവരൊക്കെ മേടിച്ച കാശ് ജന്മം തിരിച്ചു കൊടുക്കാൻ പോകും. അവരെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കീഴടക്കിയെന്ന് വെച്ചാൽ അവർ കീഴടങ്ങും. വേറെ ഒരു തലവേദന കൂടെ അമേരിക്കയാവും. കാശ് പോയത് പോയില്ലേ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും സ്വരൂപിച്ചെടുക്കുക. ഇതിൻ്റെ ചുരുക്കപ്പേരാണ് ഈ എക്സ്റ്റേണൽ റവന്യൂ സർവീസ് എന്നൊക്കെ പുള്ളി പറയുന്നത്. കാശ് കൊണ്ടുപോടാ, എന്നെ കണക്കൊപ്പിക്കണമല്ല, അവന് പിടിച്ച് പിഴിഞ്ഞ് എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവരിക. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ പറഞ്ഞ ദരിദ്രവാസികൾക്കെല്ലാം ഉണ്ടാകും. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ യൂനിസ് കുറേ കാശ് ഈ ഹിലരി ഫൗണ്ടേഷൻ, ക്ലിൻ്റൻ്റെ ഭാര്യയുടെ ഫൗണ്ടേഷൻ, ക്ലിൻ്റൺ ഫൗണ്ടേഷനുണ്ട്, ഹിലരിക്ക് വേറെ ഫൗണ്ടേഷനുണ്ട്, പിന്നെ ജോയിൻ ഫൗണ്ടേഷൻ അവരുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ വേറെയാണ്. ഹിലരി ഫൗണ്ടേഷനിൽ ഈ യൂനിസ് കാശിട്ടിട്ടുണ്ട്. എന്നിട്ട് ട്രംപിനെതിരെ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ട്രംപിനെ അറിയാം. അത് പിന്നെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി വിട്ടു. മുഹമ്മദ് യൂനിസ് അല്ലേ, അത് നോക്കാമെന്ന് എന്ന് പറഞ്ഞങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദരിദ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മെസ്സേജുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ന്യൂട്രൽ. പക്ഷേ ഒരു സിഗ്നൽ ഉണ്ട്. കാരണം ചൈനയ്ക്കെതിരെയാണ് പുള്ളി പേര് പറഞ്ഞ് ആദ്യത്തെ കാഹളം മുഴക്കുന്നത്. പനാമ കനാൽ ചൈനയുടെ കയ്യിലാണ്, ഞാനതിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കും. വി ഡിഡ് എ ഫുളിഷ് തിങ് ഇൻ 1977. പണ്ട് ഹാൻഡ് ഓവർ ചെയ്ത് തന്നെ തെറ്റായിപ്പോയി. അതൊരു ആൻറ്റി ചൈന സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ പുള്ളിയുടെ ടീം മൊത്തം ആൻറ്റി ചൈനയാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണെങ്കിലും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യ സെക്രട്ടറി ആണെങ്കിലും ഒക്കെ ആൻറ്റി ചൈനയാണ്. ദെയർഫോർ ദേ ആർ പ്രോ ഇന്ത്യ. അയാൾ എന്താ അങ്ങയുടെ പേര് ഞാൻ മറന്നുപോയി, ഈ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, എനിവേ ആരും ആയിക്കോട്ടെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നേരത്തെ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ആ പ്രമേയത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്ത്യയെ നമ്മൾ ഇസ്രായേലിനെയും ജപ്പാനെയും പോലെ കണക്കാക്കണം. അത്രയ്ക്ക് അമേരിക്കയുടെ ഫ്രണ്ടാണ് ഇന്ത്യ. വി മസ്റ്റ് ട്രീറ്റ് ദം ഈക്വൽ ടു ഇസ്രായേൽ ആൻഡ് ജപ്പാൻ. ഈ പ്രമേയം കൊണ്ടുപോകും. പിന്നെ പ്രമേയം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, എടുത്തു കാണുന്നില്ല, ചർച്ചയ്ക്ക് എടുത്തു കാണുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവർ വിദേശകാര്യ മന്ത്രിയാണ്. സോ ആൻറ്റി ചൈനയാണ് മൊത്തം ടീം അവരുടെ. ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഈ ആൻറ്റി ചൈന എന്ന് പറയുമ്പോഴാണ് പ്രോ ഇന്ത്യ എന്നൊരു അർത്ഥം അതിൽ വരും. പക്ഷേ ചൈനീസ് പ്രസിഡന്റിനെ ക്ഷണിക്കുകയും ട്രംപ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുകയും ചെയ്തു. അതൊക്കെ പോകുമ്പോൾ ചൈനയ്ക്കും അറിയാം ഇതിൻ്റെ കൂടെ എങ്ങനെ കളിക്കണം എന്നുള്ളത്. ചൈനയെ അങ്ങനെ പെട്ടെന്നൊന്നും ഒതുക്കാനൊന്നും ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്നലെ 1.5 മണിക്കൂർ വീഡിയോ കോൺഫറൻസിലൂടെ പുടിനും ഷിയും കൂടെ സംസാരിച്ചു എന്ന് വാർത്തകളുണ്ട്. ഈ ജോ ബൈഡൻ അധികാരത്തിൽ വന്ന ദിവസം തന്നെ ചൈന റിസർച്ച് തുടങ്ങും. 4 വർഷം കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ജയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ചൈനയുടെ പ്രത്യേകത. ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ചെയർ ഉണ്ടാവില്ല, വിവേകാനന്ദ ചെയർ, നാരായണ ഗുരു ചെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ചൈനീസ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യ ചെയർ 200 എണ്ണം ഉണ്ട്. 200 എണ്ണം പല യൂണിവേഴ്സിറ്റിയിലായിട്ട്. നമുക്കെത്ര ചൈന ചെയറുണ്ട്? ശുദ്ധശൂന്യം. നമുക്ക് എന്തറിയാം ചൈനയെ പറ്റി? ഒന്നും അറിയില്ല. ബട്ട് ചൈനയ്ക്ക് നമ്മളെപ്പറ്റി കംപ്ലീറ്റ് അറിയാം. കംപ്ലീറ്റ്. എൻ്റെയും സുനിലിൻ്റെയും ലേറ്റസ്റ്റ് കോൾ ലിസ്റ്റ് വരെ ചൈനയുടെ കയ്യിലുണ്ട്. അതാണ് അവരുടെ ഇൻ്റലിജൻസ്. അതുകൊണ്ട് അവർ ആർക്കും വഴങ്ങുമൊന്നുമില്ല. ട്രംപ് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ ക്ഷോഭിക്കാനും പോകുന്നില്ല. അവരുടെ റിപ്ലൈ ഒക്കെ പല രീതിയിലാണ്. ഇപ്പോൾ ഷീ ജിൻപിങ്ങിനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു, അങ്ങനെ പോയില്ല. അങ്ങേരുടെ ഡെപ്യൂട്ടിയെയാണ് പുള്ളി പറഞ്ഞു വിട്ടത്. അതൊരു സ്നബ്ബായി പോയി എന്ന് പറഞ്ഞാൽ സ്നബ്ബൊന്നുമല്ല. അതിങ്ങനെ കല്യാണത്തിന് അച്ഛന് പോകാൻ പറ്റില്ല, മകനെ വിട്ടു എന്നുള്ള ആ അർത്ഥമേ ഉള്ളൂ. ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടാൽ അവൻ ഹീറോയാകുകയും ക്ഷണിക്കപ്പെട്ടില്ലെങ്കിൽ മോശക്കാരനാകുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. എനിക്കൊരു ഡിസ്റ്റൻ്റ് പരിചയമുള്ള ആൾ ഈ ട്രംപിൻ്റെ ഇതിലുണ്ടായിരുന്നു. അയാൾ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് എത്രയോ കാലത്തിന് ശേഷം അയച്ചു. ഈ വാസ് എക്സൈറ്റഡ് ട്രംപിൻ്റെ. എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒരു ബിസിനസ് മാനാണല്ലോ.
ഏതോ കാരണവശാൽ ഇയാളുമായിട്ട് കോൺടാക്റ്റിലെത്തി. ഇയാൾ വലിയ കാര്യം, അന്ന് ട്രംപ് വലിയ ആളൊന്നുമല്ല, പക്ഷേ ഇയാൾ വളരെ സ്നേഹത്തോടെ ട്രംപിനെ സ്വീകരിച്ചു. പുള്ളിക്ക് പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു, ചായയോ ഭക്ഷണമോ എന്തോ വാങ്ങിച്ചു കൊടുത്തു, സന്തോഷം. ട്രംപ് ഇത് ഓർത്ത് വെച്ചിരുന്നു. ഇയാളെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. ഇവനും ഉണ്ട്, നമ്മുടെ ഏത് പന്നു ഉണ്ടായിരുന്നു. പന്നുവും സത്യപ്രതിജ്ഞ ചടങ്ങിലിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിളിച്ചില്ലേ, ടിക്കറ്റ് ഉണ്ടായിരുന്നു, കാര്യമൊന്നുമില്ല. ടിക്കറ്റ് ഉണ്ടായിരുന്നു. അംബാനി ഒക്കെ പോയത് 8 കോടി രൂപയോ മറ്റോ മുടക്കി ടിക്കറ്റ് എടുത്തിട്ടാണെന്ന് വാർത്ത വന്നിരുന്നു. ആയിരിക്കാം, ടിക്കറ്റ് വെച്ചു ആളെ കയറ്റി കാണും. നമ്മളുടെ വിദേശകാര്യമന്ത്രി ഫ്രണ്ട് റോയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, ആദ്യത്തെ നിരയിൽ തന്നെ സീറ്റ് കിട്ടി. ഇന്നലെ മനോരമ ഒരു സത്യം പറഞ്ഞു, ഇന്ത്യക്ക് ഈ വിദേശ രാഷ്ട്രത്തലവന്മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രിമാരെ അയക്കുന്നതാണ് ഇന്ത്യൻ നയം. അത് എക്കാലത്തും അങ്ങനെയായിരുന്നു എന്ന് മനോരമ ഇന്നലെ പറഞ്ഞു. അങ്ങനെ ഒരു നയം എന്നൊന്നും അതിലില്ല. എന്നുവെച്ചാൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ആ രാജ്യത്തിൻ്റെ ഒരു ചടങ്ങാണ്. അവർ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കും. എൻ്റെ മകൻ്റെ 28 കെട്ടാണ്, നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പോകില്ല. ഇത്രേ ഉള്ളൂ അതിന്. നമ്മളുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരെയൊക്കെ വിളിച്ചു, ആര് വന്നു, ആരെങ്കിലും നോക്കും. അതെ, നമ്മൾ സാധാരണ ചെയ്യുന്നത് ചുറ്റുവട്ടത്തുള്ളവരെ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പിന്നെ ഇപ്പോൾ തൊടാറേയില്ല. ഇങ്ങനെയൊക്കെയുള്ളവരാണ് നമ്മൾ വിളിക്കുന്നത്. ചൈനയെ വിളിക്കാറില്ല, ഷീ ജിൻപിങ്ങിനെ ഒന്നും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിളിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ട്രംപ് വന്നതുകൊണ്ട് പ്രതീക്ഷയുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ്. അമേരിക്കയ്ക്ക് മാത്രമാണ്. ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡയറക്റ്റ് ട്രംപ് ചൈനയ്ക്കെതിരെ ഒരു പന്തെറിഞ്ഞിട്ടുണ്ട്, അതവിടെ പലകയിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷ. അതല്ലാതെ ഇതുവരെയുള്ള അനൗൺസ്മെൻറ്റിൽ ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്ക് നൽകുന്ന നിരാശ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല. ഏതായാലും ട്രംപിൻ്റെ ന്യൂട്രലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഷെയർ മാർക്കറ്റ് അനങ്ങാതെ നിൽക്കുന്നത്. ഒറ്റ ദിവസം 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ. ട്രംപിൻ്റേത് ആരംഭശൂരത്വമാണോ ഇല്ലയോ എന്ന് 4 വർഷം തെളിയിക്കപ്പെടാൻ 4 വർഷം ബാക്കിയുണ്ട്. ഞാനത് സത്യസന്ധമായിട്ട് അന്വേഷിച്ചു. 78 ഉത്തരവുകളാണ്. അതാണ് ഈ 100 എന്ന് പറയുന്നത്. 78 ഉത്തരവ്. അതിൻ്റെ ഒരു 40%ഓളം, അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല, എന്നാലും ഒരു 40%ഓളം ഇയാളുടെ ജോ ബൈഡൻ്റെ ഉത്തരവുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ്. മൈനിങ്ങിൻ്റെ ഉൾപ്പെടെ. അത് ഡേ 1 അങ്ങനെ ഡയറിങ് ആയിട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ഈവൻ മോദി അത് ചെയ്തിട്ടില്ല കേട്ടോ. കയറിയ ഉടനെ തന്നെ ഇത്രയധികം കാര്യങ്ങൾ. പക്ഷേ ബൈഡൻ ഒരു വെല്ലുവിളി പോലെ നടത്തി. ട്രംപ് വിജയിച്ചതിന് ശേഷവും ഇപ്പം മൈനിങ് നിരോധിച്ചു, മറ്റേ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് അനുവാദം കൊടുത്തു. അതൊക്കെ ട്രംപ് നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം അതിനെ അപഹസിക്കുന്ന തരത്തിലാണ് ബൈഡൻ ചെയ്തത്. അല്ല, ഇത് ബൈഡൻ പലരെയും തുറന്നു വിട്ടു. ജയില് തുറന്നു വിടുന്നതായിരുന്നല്ലോ ആദ്യത്തെ കലാപരിപാടി. അതിൽ ട്രംപിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ ആൾക്കാരെ ട്രംപും തുറന്നു വിട്ടു. അതേസമയം ഇവിടെ നരേന്ദ്രമോദി തുറന്നു വിട്ടിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ചു. വലിയ നെഞ്ചത്തടി നിലവിളിയാവും. നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ തുറന്നു വിടാം. ഗുജറാത്തിൽ കഴിഞ്ഞിട്ടാണല്ലോ ഡൽഹിയിൽ വരുന്നത്. ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മായാ കോട്നാണിയുടെ കേസ് പിൻവലിക്കാമായിരുന്നു. ഒരുപാട് ഗുജറാത്തിലെ അന്നത്തെ 2002 പ്രശ്നത്തിൽപ്പെട്ട കേസുകൾ വേണമെങ്കിൽ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പിൻവലിക്കാമായിരുന്നു. അദ്ദേഹം പിൻവലിച്ചില്ല. അല്ല, അത് ചെയ്യാതിരുന്നു എന്നുള്ള ക്രെഡിറ്റ്. പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ പേരിലുള്ള കേസ് പോലും പിൻവലിച്ചില്ല. ചെയ്യാതിരുന്നത് ക്രെഡിറ്റ് ഒന്നുമല്ല. അല്ല, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സൈഡ് യു ആർ ലുക്കിംഗ് അറ്റ്. കാലം നൽകുന്ന ഓരോ അവസരങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളത് ബുദ്ധിപരമായൊരു നീക്കമാണ്. ഇന്ത്യയിൽ ഇറ്റ് ഈസ് ഡിഫറെൻ്റ്. അവിടെ പ്രസിഡൻറ്റിന് എക്സിക്യൂട്ടീവ് ഓർഡറോടുകൂടി ഇത് ചെയ്യാം. ഇന്ത്യയിൽ അങ്ങനെയല്ല. വി നീഡ് എ പെർമിഷൻ ഫ്രം ദ കോർട്ട്. ഇതിൻ്റെ റീസൺ കാണിച്ച് കോർട്ടിൽ. അങ്ങനെയല്ലേ നമ്മുടെ കേരള അസംബ്ലിയിലെ കേസ് പോയി ചാടിയത്? അങ്ങനെയല്ലേ? അത് മജിസ്ട്രേറ്റ് പിൻവലിക്കാൻ സമ്മതിച്ചില്ല. ഇവർ ഹൈക്കോടതി പോയി, ഹൈക്കോടതി സമ്മതിച്ചില്ല. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതിയും സമ്മതിച്ചില്ല. കൂടി. എന്നിട്ടും ഇപ്പോൾ വിചാരണ തുടങ്ങിയിട്ടൊന്നുമില്ല. ഉടനെയൊന്നും വിചാരണ തുടങ്ങാനും പോകുന്നില്ല. ബട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷനിലൂടെ പാർഡൻ കൊടുക്കാൻ നമുക്ക്. പാർഡനിങ് പവർ നമുക്കുണ്ടല്ലോ. പാർഡനിങ് പവർ പ്രസിഡൻറ്റിനുണ്ട്, ഗവർണർമാർക്കുണ്ട്. പക്ഷേ അത് സർക്കാർ റെക്കമെൻഡ് ചെയ്യണം. ഗവർണർക്ക് ഒരു ഫയൽ വിളിച്ചു വരുത്തിയിട്ട് TG മോഹൻദാസിൻ്റെ ഫയലും കൊണ്ടുവന്ന് ഞാൻ കൊലപാതകയാണ്, മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എഴുതാൻ പറ്റില്ല. സർക്കാരിന് ശുപാർശ ചെയ്യാമല്ലോ. സർക്കാർ നമ്മുടെയാണല്ലോ. സർക്കാരിന് ശുപാർശ ചെയ്യാം. പക്ഷേ ശുപാർശയ്ക്കൊരു ബേസിസ് വേണം, അല്ലെങ്കിൽ വീണ്ടും കോടതി അതിൽ കയറി പിടിക്കും.
നിങ്ങളൊരു ഒരു ഫോർമുല ഉണ്ടാവണം, ജസ്റ്റ് ഫോർമുല. ആ ഫോർമുല വെച്ച് അവരെ തുറന്നു വിട്ടു. അങ്ങനെയാണ് ഈ ആരുടെ ആ 11 പേരെ തുറന്നു വിട്ട്. അത് പ്രശ്നമായില്ലേ? ഏതോ ഒരു ഗർഭിണിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞ ഗുജറാത്തിലെ ശൂലം കേസ്. ആ, അത് വലിയ ബഹളം നടന്നില്ലേ? സുപ്രീം കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നമുക്കിവിടെ വലിയ പ്രയാസമാണ് വിവാദമായ കേസുകൾ പിൻവലിക്കാൻ. അവർക്കവിടെ വിവാദമായ കേസ് പിൻവലിച്ചാലും പിൻവലിച്ചത് തന്നെയാണ്. അതിലുറച്ചു നിന്നാൽ മതി, ഒരു ചുക്കം ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും ട്രംപ് ആദ്യ ദിവസം തന്നെ വല്ലാതെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. അവരിലും അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഓഫീസ് ഇനാഗുറേഷൻ ശ്രദ്ധ പിടിച്ചു പറ്റും. പക്ഷേ ഇത് ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ വിവാദങ്ങൾ എങ്ങനെ ലോകത്തെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അല്ല, വിവാദങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് അങ്ങേരുടെ ഒരു ടീം വേറെയുണ്ട്. അത് ഈ എലോൺ മസ്ക് പോലത്തെ ആൾക്കാർ കൈകാര്യം ചെയ്തോളും. വിവാദങ്ങളാകാതിരുന്നാൽ പോരെ. അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റ വിവാദമായാലും മതിയല്ലോ, ഒരുപാട് വേണ്ടല്ലോ. എനിക്ക് തുരുതുരായി ഇങ്ങനെ ഈ ഓർഡർ ഒപ്പിട്ടത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉണ്ടാകുന്ന അലമ്പ് മുഴുവൻ ഡേ 1 അങ്ങ് ഉണ്ടായി. ആദ്യ ദിവസം എല്ലാം കൂടെ വന്നോളൂ. ജോ ഹോത്താ ഹേ ഹോനേതു, അത് കഴിഞ്ഞ് പിന്നെ നോക്കിയാൽ മതില്ല. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വേണ്ട. ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം അടിച്ചു. പണ്ടോറയുടെ പെട്ടി തുറന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.